വാട്സ്ആപ്പ് ഗേസ് വോഗേസ് വിളിക്കുന്ന നാസിമാണ്. മസ്തിഷ്ക മരണം ഫിലിം കണ്ടിട്ട് ഇറങ്ങിയ ആ ഒരു സെക്ഷനിൽ വരികയാണ്. കാറിലാണ്. വീടെത്തിയിട്ട് റിവ്യൂ ഇടാനുള്ള ആ ഒരു മൂഡില്ല. ആദ്യം തന്നെ പറയുകയാണ്, ഇമാതിരി പടമൊന്നും ആരും എടുത്തു വെക്കരുത്. ഇതിനകത്ത് അഭിനയിച്ച ആളുകളൊക്കെ പോട്ടെ, പക്ഷേങ്കിൽ എന്താണ് ഈ ഒരു ഫിലിമിന് ഒരു ക്വാളിറ്റി വേണ്ടേ? അതേപോലെയുള്ള ഫിലിംസ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 2046 അല്ലെങ്കിൽ 2050 പോകുന്ന ആ ഒരു കാര്യങ്ങളാണ് കാണിക്കുന്നത്. പക്ഷേങ്കിൽ എന്താണ്, ടെക്നോളജി വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. അല്ലാതെ ഈ ഒരു ഫിലിമിൽ, ഈ ഒരു മസ്തിഷ്ക മരണം എന്ന് പറയുന്ന ഈ ഒരു ഫിലിമിൽ ഒരു തേങ്ങയും ഇല്ല. അതേപോലെ എടുത്തു വെച്ചിരിക്കുകയാണ്. നമ്മളൊരു ഫിലിം കാണാൻ പോകുമ്പോൾ എന്താണ്, ഒരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് കണ്ടിരിക്കുന്നത്. ഇതേപോലെ ഒരു ഫിലിമിന്റെ റിവ്യൂ പറയുക എന്ന് പറയുന്നത് വളരെ പറയാൻ വരുന്ന വാക്കുകൾ വേറെ പലതുമാണ്. പക്ഷേങ്കിൽ അത് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്താണ് പറയുന്നത്, വെറുതെ നമ്മുടെ ക്യാഷ് കളയാൻ വേണ്ടി ഇമാതിരി കോലംകെട്ട് ഫിലിംസ് ഒക്കെ പിടിച്ചു വെച്ചിട്ട് അത്ര ബോറൻ ഫിലിം. 2 മണിക്കൂർ 27 സെക്കൻഡ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കളയുന്ന രീതിയിലുള്ള ഫിലിംസ് ഒക്കെ പിടിച്ചു വെച്ചിരിക്കുന്നത്. കാണാൻ വേണ്ടി ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ഇത് കാണരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. പണം വെളുപ്പിക്കാൻ വേണ്ടി പിടിച്ച ഫിലിം ആയിരിക്കും. അതേപോലെയുള്ള ഒരു സീനൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. എന്താണ്, ഒരു നടിയുടെ, നമ്മുടെ രജീഷ വിജയൻ ഒരു ഫിലിം ആക്ടറാണ്. ആളുടെ ഒരു തുണ്ട്, അങ്ങനെ തന്നെ പറയണം, ഒരു തുണ്ട് വീഡിയോ എക്സ്പീരിയൻസ് 2046 ആകുമ്പോൾ ഒരു എക്സ്പീരിയൻസിലൂടെ എന്താണ്, ഇപ്പൊ നമ്മൾ തുണ്ട് കാണുന്നു, അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിൽ ആണ് ഈ ഒരു ഫിലിമിലെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു കോടതി രംഗവും അത് തെളിയിക്കാൻ വേണ്ടി വരുന്നതും, അതേപോലെ മണിയമ്പിള്ള രാജുവിന്റെ മോനാണ് നടനായിട്ട് വന്നിരിക്കുന്നത്. ആള് മാത്രം ഈ ഒരു തുണ്ട് വീഡിയോ എക്സ്പീരിയൻസ് ചെയ്യാൻ നേരത്ത് ആൾക്ക് ഇതിനകത്ത് ഒറിജിനൽ കാര്യങ്ങളാണ് കാണാൻ പറ്റുന്നത്. കഥ മൊത്തത്തിൽ എന്താണ്, സ്പോയിലർ ആണെന്ന് തന്നെ പറയാം. കാരണം വേറെ ആരും പോയി കാണരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇമാതിരി ഒരു പടം പിടിച്ചു വെച്ചിരിക്കുന്നത്. എന്താണ് പറയുന്നത്? പല ആളുകൾക്കും പല അഭിപ്രായമായിരിക്കും. ഞാൻ എന്റെ ക്യാഷ് മുടക്കി കണ്ടതാണ്, അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ചിലപ്പോൾ പല ആളുകൾ ഇതിന്റെ അടിയിൽ വന്ന് തെറി പറയുന്നുണ്ടായിരിക്കും, എന്തിനാ നീ കഥ സ്പോയിലർ ചെയ്യുന്നതെന്ന്. പക്ഷേങ്കിൽ പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രത്തോളം ഒരു പടമാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത്. ദയവ് ചെയ്ത് ഇമാതിരി പടം ഒന്നും എടുക്കരുത്, അതേ പറയാനുള്ളൂ.